അപ്പോൾ ആ ഒരു ബേസ്ഡ് ഓൺ ട്രസ്റ്റിൽ ചെയ്യുന്ന വിഷയങ്ങൾ കണ്ടമാനം കേസുകളുണ്ടാവും. പ്രോഫിറ്റ് ആദ്യമേ തന്നില്ല, തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, പിന്നെ ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും. അത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള എന്തോ ഒരു കടലാസൊക്കെ കണ്ടിട്ടുണ്ട്, ഇനി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തോ ഒരു കടലാസ് എഴുതുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വളരെ കൃത്യമായ പ്രൂഫോട് കൂടി, വാട്സപ്പ് ചാറ്റുകളൊക്കെ നിയമപരമായിട്ട് നിലനിൽക്കുന്നുണ്ട് UAE-ൽ. അപ്പോൾ അത്തരം ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുക. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. GCC കൺട്രീസിൽ ബിസിനസ് സെറ്റപ്പുമായിട്ടുള്ള ഐഡിയാസും അതിൻ്റെ ടിപ്സും പറഞ്ഞിരുന്നത് റിയാസ് ഭായ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മൾ ദുബായിൽ വെച്ചിട്ടാണ് അല്ലേ? ഇപ്രാവശ്യം നമ്മൾ വേറൊരു രൂപത്തിലും ഭാവത്തിലുമാണ് ഇരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഒരു മാറ്റം ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഇപ്പം നിങ്ങൾ ഇത്രയും വർഷത്തൊരു യാത്രയുണ്ടോ റിയാസ് ഭായ്? ഒരുപാട് വർഷത്തെ യാത്രയിൽ ബിസിനസ് സെറ്റപ്പുമായി സംബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം ഈ ഒരു പോഡ്കാസ്റ്റിൽ? ബിസിനസ് സംബന്ധമായിട്ട് പാർട്ട്ണർഷിപ്പ് പ്രശ്നങ്ങൾ അതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, മിസ്റ്റേക്ക് വളരെ കാലങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യാം. കാരണം ആളുകൾക്കത് ഒരു അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് കരുതി. തീർച്ചയായിട്ടും ഈ UAE-ൽ ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകളെ പൊതുവെ ഒരു സ്ഥാപനം കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് കൃത്യമായി ലൈസൻസിൽ പാർട്ട്ണർഷിപ്പോ അതല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവില്ല. പുറത്തൊരു അഗ്രിമെന്റ് ഉണ്ടാക്കും, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേ ഇതിന്റെ ഈ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കൂടി ബിസിനസ് നല്ല വളർന്നു വരുന്ന സമയത്ത് ഇദ്ദേഹം ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളി പുറത്താക്കപ്പെടുകയും അല്ലെങ്കിൽ പുറത്താക്കേണ്ടതായിട്ടുള്ള സാഹചര്യം മറ്റേ പുള്ളി ക്രിയേറ്റ് ചെയ്യും, കഥകൾ ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളടുത്ത് എത്തുക. ഇതിനു മുമ്പ് ഈ അഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ ലൈസൻസിന്റെ കാര്യങ്ങൾ നടക്കുമ്പോഴോ ഒന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബേസ്ഡ് ഓൺ ട്രസ്റ്റിൽ ചെയ്യുന്ന വിഷയങ്ങൾ കണ്ടമാനം കേസുകളുണ്ടാവും. അപ്പോൾ അത് വന്നിരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും പറയാം, ഞാനിത് പറഞ്ഞത്ര പണം ഈ മറ്റേ പുള്ളി തന്നില്ല, കുറച്ചേ തന്നുള്ളൂ. അപ്പോൾ പുള്ളി പറയും എന്നോട് ഇത്രേ ചോദിച്ചുള്ളൂ, അല്ലെങ്കിൽ വളർന്നതിന് ശേഷം പിന്നീട് തരാമെന്ന് പറഞ്ഞു, പിന്നെ പ്രോഫിറ്റ് ആദ്യമേ തന്നില്ല, തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, പിന്നെ ഇങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ തമ്മിലൊരു അഗ്രിമെന്റ് ഉണ്ടോ? ശരിയുണ്ട്, ഒരു ടേബിളിന് മുകളിൽ വെക്കും. ഇപ്പോൾ അതൊക്കെ അത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള എന്തോ ഒരു കടലാസൊക്കെ കണ്ടിട്ടുണ്ട്, ഇനി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തോ ഒരു കടലാസ് എഴുതുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും UAE-ൽ ഒരു ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, പുറത്ത് നിങ്ങൾ അഗ്രിമെന്റ് ഉണ്ടാക്കലോ കാര്യങ്ങളൊന്നുമല്ല. അതായത് എന്ത് തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് വരുമ്പോഴും ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഒരു പേജ് വരുന്നുണ്ട്, ലൈസൻസിൽ അമെൻഡ് ചെയ്യണം. എക്സാക്ട്ലി. പിന്നെ ഒരു സ്ഥിരമായ ആളുകളുടെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് നോട്ടറൈസ് ചെയ്യാന്ന്. ഒരിക്കലും നടക്കില്ല. നിങ്ങൾ ലൈസൻസിൽ പേര് ചേർക്കുകയല്ലാതെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുറത്തുണ്ടാക്കുന്ന എഗ്രിമെന്റ് അത് നോട്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു 4-5 ഷീറ്റുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടാവും, അതിന്റെ അവസാനത്തെ പേജ് മാത്രം ഒന്ന് ഒപ്പിട്ടിട്ടുണ്ടാവും. അതൊന്നും ലീഗൽ വാലിഡേഷൻ. ഇതൊന്നും കോടതിയിലേക്ക് പോകാൻ നേരത്തെ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള പേജുകൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റത്തെ പേജ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ നോട്ടറൈസ് ചെയ്യുന്ന ഒരു പേജ് ഒരു പേപ്പറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നോട്ടറൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാ പേജുകളും ഒപ്പിടിക്കുകയും അവർ ഒരു കോപ്പി എടുത്തു വെക്കുകയും അതൊരു സിസ്റ്റം ഉണ്ട്. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ വന്നിട്ട് ഈ ട്രസ്റ്റിന്റെ ബേസിലായിട്ട് ഒരു വെള്ളപ്പേപ്പർ അഗ്രിമെന്റ് വെച്ചുകൊണ്ട് നിങ്ങളിത് കോടതിയിൽ പിന്നെ നിലനിൽക്കുമെന്നും കരുതിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റായ ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ പറയണം, നീ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ഇവിടെ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവനൊരു 19 ലക്ഷം രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലീഗലായിട്ടുള്ള ഒരു എഗ്രിമെന്റും ചെയ്യാതെ വെറുതെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ വാലിഡ് ആവൂല അല്ലേ? അതിന്റെ ഒരു ലീഗൽ വശം പറയാം. ഇപ്പോൾ ഇബാദുക്കാർക്ക് ഒരു സ്ഥാപനമുണ്ട്, ഞാൻ വന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇബാദുക്ക എൻ്റെ അടുത്തൊരു വെള്ള പേപ്പറിൽ 5 ഷീറ്റിൽ അഗ്രിമെന്റ് ചെയ്യുന്നു, ലാസ്റ്റ് പേജിൽ ഒപ്പിടുന്നു, ശരി, കണ്ടീഷനൊക്കെ ആയി. ഇബാദുക്കാർക്ക് ഇതേപോലെ തന്നെ എന്നെ പോലത്തെ മറ്റു പലരേക്കൊന്ന് വാങ്ങിച്ചൂടെ? അതെ, ശരിയാണ്. ഇതുപോലെ പലരേക്കൊന്ന് വാങ്ങിക്കുന്നു. അപ്പൊ ഏത് കേസാണ് കോടതി അറ്റൻഡ് ചെയ്യേണ്ടത്?
അതെ കറക്റ്റ് 5 പേര് ഒരേ കാര്യം കൊണ്ട് വന്നാൽ, അപ്പോൾ നിയമപ്രകാരം പറയുകയാണെങ്കിൽ 2 വിറ്റ്നസ് വെച്ച് ഒരു അഗ്രിമെന്റ് നിങ്ങൾ തമ്മിൽ ഇട്ടാക്കിയാൽ അത് കോടതിയിൽ കേസ് കൊടുക്കാൻ ഉപകരിക്കും. സിവിൽ കേസുമായിട്ട് മുന്നോട്ട് പോവാം. ക്രിമിനൽ കേസല്ലല്ലോ ഇത്, സിവിൽ കേസിൽ പോവാം, കോടതി അത് കേൾക്കും എല്ലാവരുടെ വാദം. അതിനെ ജഡ്ജ്മെന്റ് വരുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അതിനൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുടെ കഥകളാണ് നമ്മുടെ മുന്നിലുള്ളത്. മനസ്സിലായില്ല. അപ്പൊ തെളിവ് എന്ന് പറയുന്നത് ലൈസൻസ് ആണ്. ലൈസൻസ് ആണ്. അടിസ്ഥാനപരമായിട്ട് അതിനൊരു ഡോക്യുമെന്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പേര് ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പറയാനുള്ള റിയാസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നു എന്ന് വിചാരിക്കാം, ഉദാഹരണം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നെ എങ്ങനെയാണ് ലീഗലി അതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യപ്പെടുന്നത്? അപ്പൊ നിങ്ങളുടെ പിന്നെയും അത് ട്രേഡ് ലൈസൻസിൽ അമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര പാർട്ട്നേഴ്സ് വേണമെങ്കിലും അമെൻഡ് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് ആ ട്രേഡ് ലൈസൻസിൽ എത്ര പെർസെന്റേജ് ആണോ അത് കൃത്യമായിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. അതെ. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാലേ ചിലപ്പോൾ ആളുകൾ അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ഇല്ല, ആദ്യം ഒരു വട്ടം ലൈസൻസ് എടുത്താൽ പിന്നെ പുതുക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ്. നീ ഇപ്പോൾ ഇങ്ങോട്ട് പോരുക എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലർ സംസാരിക്കുന്നതുണ്ട് ഈ നോട്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷേ നോട്ടറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ UAE സംബന്ധിച്ചിടത്തോളം ഓരോ എമിറേറ്റിലും നോട്ടറി പബ്ലിക്കുകളുണ്ട്. ഇപ്പൊ ദുബായിലെ നോട്ടറി അറ്റസ്റ്റേഷൻ ദുബായിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, മറ്റ് എമിറേറ്റുകളിലൊക്കെ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് കോടതി നോട്ടറൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് തന്നെ ഒരു വ്യക്തി പലരിലെ നിന്നും ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കുന്നു ഒരു സ്ഥാപനത്തിലേക്ക്, എല്ലാം അങ്ങനെ നോട്ടറൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നിയമസാധുത? അപ്പൊ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വരാൻ നേരത്ത് കൃത്യമായ കൺസൾട്ടൻസി എടുക്കുക. പിന്നെ കൺസൾട്ടൻസി നിങ്ങളുണ്ട്. അതെന്തായാലും നമ്മുടെ ആളുകൾ അറിയേണ്ട കാര്യം, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സോ ആൾക്കാർ ദുബായിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ആക്കൊരു ലൈസൻസ് ഉള്ളതാണ്, നീ ഇതിന്റെ ഭാഗമായിക്കോ എന്ന് പറഞ്ഞാൽ കുറേ പൈസ കൊണ്ടേ കൊടുക്കുന്നതിനേക്കാൾ ഉപരി റിയാസ് ഭായ് പറയണത് ആ ലൈസൻസിൽ നിങ്ങൾ ഭാഗമാകണം, അല്ലേ? അതല്ലാതെ വെറുതെ ഒരു എഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്നല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ നൂലാമാലകൾ ഉണ്ടെന്ന് അർത്ഥം, അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്ക് ഉപകാരപ്പെടട്ടെ. വീണ്ടും നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനത്തെ എങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും റിയാസ് ഭായിനെ കിൽട്ടൺ ബിസിനസ് സെറ്റപ്പിനെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും വളരെ കൃത്യമായ പ്രൂഫോട് കൂടി വാട്സപ്പ് ചാറ്റുകളൊക്കെ നിയമപരമായിട്ട് നിലനിൽക്കുന്നുണ്ട് UAE. അപ്പോൾ അത്തരം ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള കൺവെർസേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ്രിമെന്റുകൾ എല്ലാ പേജിലും ഒപ്പിട്ടുകൊണ്ട് സേഫ് ആക്കാൻ ശ്രമിക്കുക. കാശ് കൊടുത്ത് വെറുതെ ഒപ്പിട്ടാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പേര് ചേർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. അത് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് ചെയ്തു വെക്കുക എന്നുള്ളത് പറയുന്നത്. എന്നിട്ട് അടുത്ത റിന്യൂവൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈസൻസിൽ പേര് ചേർക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് കാണാം. ഓക്കെ.